ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് നോക്കണേ. രസച്ചോറും അതുപോലെ തന്നെ ചാള വറുത്തതും അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ചാള എങ്ങനെ ഞാൻ വറുത്തെടുത്ത് നോക്കാം. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് ചാള മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രസം ഉണ്ടാക്കാനുള്ള വാളംപുളി ചൂടുവെള്ളത്തിൽ ഒന്ന് തിരുമ്പി വയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പെരിഞ്ചീരകം കുരുമുളക് പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ചെറിയൊരു തക്കാളി ഇരിഞ്ഞിടാം. കറിവേപ്പിലും എല്ലാം കൂടി നല്ലപോലെ തിരുമ്മി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കായത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിയുടെ ചാറും എല്ലാം കൂടി നല്ലപോലെ തിരുമ്പി പാകത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കത് മാറ്റി കടുക് തളിച്ചെടുക്കട്ടെ. എല്ലാം നല്ലപോലെ നരിച്ചെടുത്തതിന് ശേഷം കടുക് തളിച്ചെടുക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അതിലത്തെ മുക്കാൽ ഭാഗം രസം മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് വയ്ക്കാം. മിനിമം 3 മണിക്കൂറെങ്കിലും ഇതുപോലെ ഇട്ട് വയ്ക്കണേ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി നമ്മളത് ഇതുപോലെ ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത്രയും രസത്തിൻ്റെ ഫ്ലേവർ നമ്മുടെ ചോറിൽ പിടിക്കും. എന്തായാലും നമ്മുടെ ചാള വറുത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി മൂപ്പിച്ച് ആ മസാലയും കൂടി